ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം വിളക്കൊക്കെ വെച്ചു. ഇനി പൂക്കളം ഇടാനായിട്ട് പോവുകയാണേ. അപ്പോഴേക്കും നല്ല മഴ പെയ്ത് വരച്ചതെല്ലാം മാഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഏകദേശം ഒരു കണക്കിനങ്ങ് ഇടുകയാണ് ചെയ്തത്. അമ്മ അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ വരച്ച് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നതാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. അന്ന് ആ ടൈമിലൊക്കെ മഴ കൊണ്ടിട്ടാണ് ഇടണത്. കൊടയും ചൂടി അങ്ങനെയൊക്കെയാണ് ഇട്ടൊന്ന് തീർത്തത്. എന്തായാലും ഞങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തു. അതിൻ്റെ ഏറ്റവും പുറത്തെ റൗണ്ടാണെങ്കിൽ എത്ര വരച്ചിട്ടും റെഡിയാവുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കണക്കിന് ഞങ്ങളെല്ലാവരും കൂടി റൗണ്ടാക്കി അങ്ങ് എടുത്തു. അപ്പം ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള പണിയിലേക്ക് കയറി കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് അരി തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ഇഡ്ഡലി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതതാ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇനി പയറുതോരൻ ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പയറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാല കൂടി ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാമ്പാറും റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഇനി അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിയലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂക്കളിടാനായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം ഇപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ലേറ്റായി. പിന്നെ നമ്മൾ പെട്ടെന്നുള്ളൊരു പണിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് മിക്സാണ് വാങ്ങിയത്, അതിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പായസവും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ്റെ കുറച്ച് ഷോയാണിത്. കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് വിളമ്പി ഇത്രയും നേരത്തെ കഷ്ടപ്പാടിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. തോരൻ വന്നു, വന്നു, അവിയൽ വന്നു, ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ആയി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴും സദ്യ കഴിക്കുമ്പോൾ ഒരു അടിപൊളി ഫീലാണല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പായസവും കുടിച്ച് അങ്ങനെ അങ്ങ് കടന്നുറങ്ങി. ഇതേ ഉള്ളൂ നമ്മുടെ തിരുവോണം ഡേ വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.